നമസ്തേ, ഞാൻ മായ ജയമോഹൻ. 2025 മെയ് മാസം 14-ാം തീയതി, അതായത് 1200 മേടമാസം 31-ാം തീയതി, സർവൈശ്വര്യകാരകനായ വ്യാഴം ഇടവം രാശിയിൽ നിന്നും മിഥുനം രാശിയിലേക്ക് പ്രവേശിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് ധനയോഗവും സർവൈശ്വര്യ യോഗവും ഏതെല്ലാം രാശിക്കാരായ നക്ഷത്രക്കാർക്കുണ്ടാകുന്നു എന്നതിനെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ സംസാരിക്കുന്നത്. അപ്പോൾ അതിചാരിയായ വ്യാഴമാണ് ഈ ഒരു വ്യാഴമാറ്റത്തിൻ്റെ സമയത്ത് ഉണ്ടാകുന്നതെന്ന് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിചാരി എന്ന് വെച്ചാൽ വളരെ വേഗത്തിൽ ചരിക്കുന്ന വളരെ ഫാസ്റ്റായിട്ട് മൂവ് ചെയ്യാണ്. സാധാരണയായിട്ട് വ്യാഴം ഒരു വർഷം ഒരു രാശിയിലാണ് ഉണ്ടാകുക. എന്നാൽ 2025 വ്യാഴമാറ്റം വ്യാഴത്തെ 3 രാശികളിലേക്ക് മാറുകയാണ്. മിഥുനത്തിൽ നിന്നും ഒക്ടോബർ 18-ാം തീയതി കർക്കിടകത്തിലേക്കും, അവിടെ നിന്നും വീണ്ടും ഫെബ്രുവരി മാസം 4-ാം തീയതി ആവുമ്പോൾ മിഥുനത്തിലേക്കും തിരിച്ചു വരുന്നു. അതാണ് അതിചാരിയായ വ്യാഴം എന്ന് പറഞ്ഞത്. എന്നാൽ ഒക്ടോബർ 18 വരെയുള്ള ഫലത്തിൽ ധനയോഗവും സർവൈശ്വര്യ യോഗവും ഏതെല്ലാം നക്ഷത്രക്കാർക്കാണ് എന്നതിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. കാർത്തിക അവസാന മുക്കാൽ ഭാഗം, രോഹിണി, മകയിരം ആദ്യ പകുതിയിൽപ്പെട്ട ഇടവം രാശിക്കാരായ നക്ഷത്രക്കാർക്ക് അവരുടെ 2-ാം ഭാവത്തിലൂടെയാണ് വ്യാഴം സഞ്ചരിക്കുന്നത്. അപ്പോൾ 2-ാം ഭാവം ധനസ്ഥാനമാണ്. ധനപരമായിട്ട് വളരെയധികം പുഷ്ടി ഉണ്ടാകുന്ന ഒരു സമയമാണ്. അതുപോലെ തന്നെ സർവ്വ ഐശ്വര്യങ്ങളും കിട്ടുകയും ചെയ്യും. അതായത് നമ്മളിപ്പോൾ വീട്, വാഹനങ്ങൾ എന്തെങ്കിലും വാങ്ങാൻ ആഗ്രഹിച്ചിരിക്കുകയാണെങ്കിൽ അത് കിട്ടുന്ന ഒരു സമയം, കുഞ്ഞുങ്ങളെ കൊണ്ട് സന്തോഷമുണ്ടാകുന്ന ഒരു സമയം, വിദേശ യാത്രയുമായി ബന്ധപ്പെട്ട് ആനുകൂല്യങ്ങൾ കിട്ടുന്ന സമയം, ഭൂമിയായോ ഗോൾഡായോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അസറ്റ് വാങ്ങാനായിട്ട് നമുക്കത് കീപ്പ് ചെയ്യാനും സാധിക്കും, അതായത് നിലനിൽക്കുകയും ചെയ്യും. അങ്ങനെയുള്ള ഒരു യോഗമാണ് ഈ സമയത്ത് ഉണ്ടാകുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് എന്തെങ്കിലും ലോണുമായിട്ടോ മറ്റുള്ള കാര്യങ്ങളുമായിട്ടോ ഏതെങ്കിലും ബാങ്കിലൊക്കെ പോയിട്ട് വളരെ പ്രയാസം ഇതുവരെയും സാധിക്കാതെ അതിൻ്റെ പുറകിൽ നടക്കുകയായിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പോൾ അത് സാധിച്ചു കിട്ടുന്ന ഒരു സമയമാണ്. ഇടവം രാശിക്കാരെ സംബന്ധിച്ച് വളരെ അനുകൂലമായിട്ടുള്ള ഒരു സമയമാണ് ഈ വ്യാഴമാറ്റം കൊണ്ടു കൊടുക്കുന്നത്. അതായത് ധനപരമായിട്ട് വളരെയധികം നേട്ടങ്ങൾ ഉണ്ടാകും. ഇവരുടെ വാക്കുകൾക്ക് ആൾക്കാർ വില കൽപ്പിക്കുന്ന ഒരു സമയമായിരിക്കും. കീർത്തികൾ ഉണ്ടാകുന്ന സമയം. കീർത്തി മീൻസ് അവരെക്കുറിച്ച് എന്തെങ്കിലും നല്ലത് പറയുക, അല്ലെങ്കിൽ എവിടെയെങ്കിലും അവാർഡുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും അംഗീകാരങ്ങൾ, സ്ഥാനമാനങ്ങൾ, ഇങ്ങനെ എന്തെങ്കിലും ഒരു നോട്ടീസബിൾ പേഴ്സൺ ആകുന്ന ഒരു സമയമായിരിക്കും ഈ ഒരു കാലത്തിൽ ഉണ്ടാകുക. കുടുംബപരമായിട്ടാണെങ്കിലും കുടുംബത്തിന് ഉയർച്ച, ഐശ്വര്യം, ശ്രേഷ്ഠതകൾ ഇതെല്ലാം ലഭിക്കുകയും ചെയ്യും. അടുത്തത് ചിങ്ങം രാശിക്കാരാണ്. ചിങ്ങം രാശിയിൽപ്പെട്ട നക്ഷത്രങ്ങൾ മകം, പൂരം, ഉത്രം ആദ്യകാൽ ഭാഗത്തിൽപ്പെട്ട നക്ഷത്രങ്ങളാണ്. അപ്പോൾ അഷ്ടമത്തിൽ ശനി അനുഭവിക്കാൻ, 8-ാം ഭാവത്തിലെ ശനി അനുഭവിക്കുന്ന ഒരു രാശിയാണ് ഇപ്പോൾ ചിങ്ങൻ രാശിക്കാർ. അപ്പോൾ ചിങ്ങൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഈ മെയ് 14 മുതൽ ഒക്ടോബർ 18 വരെയുള്ള സമയം വ്യാഴത്തിൻ്റെ ഒരു മാറ്റം അവർക്ക് കുറേ ഗുണങ്ങളെ കൊടുക്കും. അതായത് മക്കളെ കൊണ്ട് എന്തെങ്കിലുമൊക്കെ നേട്ടങ്ങൾ, അതായത് കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസവുമായിട്ട് ബന്ധപ്പെട്ട് അവർക്ക് എന്തെങ്കിലും പുരോഗതികൾ ഉണ്ടാവുക, കുഞ്ഞുങ്ങളെ കൊണ്ട് നല്ല വാർത്തകൾ കേൾക്കുക, വിദേശവുമായി ബന്ധപ്പെട്ട് യാത്ര ചെയ്യാൻ ആഗ്രഹിച്ചിരിക്കും എന്നവരാണെങ്കിൽ അത് സാധിക്കുക, നാട്ടിൽ എന്തെങ്കിലും ജോലി എടുക്കുന്നവരാണെങ്കിൽ പ്രമോഷൻ, ശമ്പള കൂടുതൽ ആദിയായവ ഉണ്ടാവുക, എന്തെങ്കിലും വീട്, വാഹനങ്ങൾ, നേട്ടങ്ങൾ ഉണ്ടാകുന്നതിന് സാധിക്കുന്ന സമയം, മൂത്ത സഹോദരനെ കൊണ്ട് എന്തെങ്കിലും ഗുണങ്ങൾ കിട്ടുന്നതിന് സാധിക്കുന്ന ഒരു സമയമാണ്. അതായത് അദ്ദേഹവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ആനുകൂല്യങ്ങൾ കിട്ടുന്നതിനുള്ള സമയം. ധനപരമായിട്ട് കുടുംബപരമായിട്ട് ഉയർച്ചയുണ്ടാകുന്ന ഒരു സമയം. ഈശ്വരീയമായ കാര്യങ്ങളിൽ താല്പര്യം ഉണ്ടാകുന്ന സമയം. തീർത്ഥയാത്രകളോ മറ്റതോ ചെയ്യുന്നതിനൊക്കെ ആഗ്രഹിച്ചിരിക്കുന്നവരാണെങ്കിൽ അത് സാധിച്ചു കിട്ടുന്ന ഒരു സമയമാണ്. ഇപ്പോൾ വലിയൊരു തുകയ്ക്കുള്ള ഒരു ചെട്ടി നമുക്ക് ഫസ്റ്റ് ഡ്രോയൊക്കെ ഉണ്ടായി നമുക്ക് കിട്ടുക, നമ്മൾ അപ്രതീക്ഷിതമായിട്ട് ധനനേട്ടങ്ങൾ ഉണ്ടാകുന്നതിന് സാധ്യതയുള്ള ഒരു കാലമാണ്. ചിങ്ങം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ആരോഗ്യപരമായിട്ടും കുറച്ച് മെച്ചങ്ങൾ, ഈശ്വരാധീനം വർദ്ധിക്കുന്ന ഒരു സമയം. ആരോഗ്യപരമായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ അവർക്ക് അതിൽ മെച്ചത്തെ ഉണ്ടാകുന്ന ഒരു സമയമാണ്. ഏറ്റവും ശ്രേഷ്ഠകരമായിട്ടുള്ള ഒരു സമയമായിരിക്കും ഈ വ്യാഴമാറ്റം ചിങ്ങം രാശിക്കാരായ നക്ഷത്രക്കാർക്ക് കൊടുക്കുന്നത്. അടുത്തത് തുലാം രാശിക്കാരാണ്. തുലാം രാശിയിൽപ്പെട്ട നക്ഷത്രങ്ങൾ ചിത്തിര അവസാന പകുതി, ചോതി, വിശാഖം ആദ്യ മുക്കാൽ ഭാഗത്തിൽപ്പെട്ട നക്ഷത്രങ്ങളാണ്. അവരുടെ 9-ാം ഭാവത്തിലൂടെയാണ് വ്യാഴത്തിൻ്റെ സഞ്ചാരം. തുലാം രാശിയുടെ 2, 5 ഭാവങ്ങളുടെ അധിപതിയാണ് വ്യാഴം. ആ വ്യാഴം 9-ാം ഭാവത്തിലൂടെ സഞ്ചരിക്കുകയാണ്. ഭാഗ്യത്തിന് വർധന ഉണ്ടാകുന്ന സമയമാണ്. പിതൃസ്വത്തുക്കൾ എന്തെങ്കിലും കിട്ടാനുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കിട്ടുന്ന സമയം. പിതാവിന് എന്തെങ്കിലും ആരോഗ്യപരമായ വിഷയങ്ങളുണ്ടെങ്കിൽ അതിൽ നിന്നും മുക്തനാകുന്ന
സമ്പന്നനാകുന്ന സമയം. ഈശ്വരാധീനം വളരെയധികം വർദ്ധിക്കുന്ന ഒരു സമയമാണ്. 9ാം ഭാവം എന്ന് വെച്ചാൽ വ്യാഴത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ വ്യാഴത്തിൻ്റെ അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഒരു പ്ലേസാണ് 9ാം ഭാവം എന്ന് പറയുന്നത്. അപ്പോൾ വളരെയധികം ഭാഗ്യങ്ങൾ കിട്ടുന്ന ഒരു സമയം, നമ്മുടെ മേലധികാരികളുടെ പ്രീതി ഉണ്ടാകുന്ന ഒരു സമയം. കച്ചവടക്കാരൊക്കെ ആണെങ്കിൽ ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്ന, കച്ചവടക്കാർ മീൻസ് ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്ന ആൾക്കാർ, അങ്ങനെയുള്ളവർക്കാണെങ്കിലും വളരെയധികം നേട്ടങ്ങളുണ്ട്. അവരുടെ ജോലിക്കാർ അതായത് നമ്മുടെ സ്ഥാപനത്തിലെ തൊഴിലാളികളെ കൊണ്ട് നേട്ടങ്ങൾ ഉണ്ടാകുന്നതിന് സാധിക്കുന്ന ഒരു സമയമാണ്. അതുപോലെ ആരോഗ്യപരമായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ, ഔഷധങ്ങൾ കഴിച്ചുകൊണ്ടിരുന്ന ആൾക്കാർ അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ ആരോഗ്യ വിഷയങ്ങൾ, അത് രോഗവിഷയങ്ങളിൽ ഒരു ശാന്തി ഉണ്ടാകും. അതായത് ആരോഗ്യപരമായിട്ട് പഴയ നിലയിലേക്ക് മാറി വരുന്നതിന്, അതായത് ആരോഗ്യ വിഷയങ്ങൾ നല്ല പരിപൂർണ ആരോഗ്യവാനായിട്ടൊക്കെ വരുന്നതിന് സാധിക്കുന്ന ഒരു സമയമാണ്. ഈശ്വരാധീനം വർദ്ധിക്കുകയും വളരെയധികം അനുകൂലമായിട്ടുള്ള ഒരു സമയമാണ് തുലാം രാശിക്കാരായ നക്ഷത്രക്കാർക്ക് ഉണ്ടാവുക. അടുത്തത് കുംഭം രാശിക്കാരാണ്. കുംഭം രാശിയിൽപ്പെട്ട നക്ഷത്രങ്ങൾ അവിട്ടം അവസാന പകുതി, ചതയം, പോരുരുട്ടാതി ആദ്യ മുക്കാൽ ഭാഗത്തിൽപ്പെട്ട നക്ഷത്രങ്ങളാണ്. കുംഭരാശിക്കാരുടെ 2-11 ഭാവങ്ങളുടെ അധിപതിയായ വ്യാഴം 5ാം ഭാവത്തിലൂടെ സഞ്ചരിക്കുകയാണ്. വളരെയധികം നല്ല സമയമാണ്. ധനപരമായിട്ട് നേട്ടമുണ്ടാകും. പ്രമോഷനോ ശമ്പള കൂടുതലോ എന്തെങ്കിലും എക്സ്പെക്റ്റ് ചെയ്തിരിക്കുകയാണെങ്കിൽ അത് സാധിച്ചു കിട്ടുന്ന ഒരു സമയം. ദൈവാധീനം വർദ്ധിക്കുന്ന സമയം. പിന്നെ അതുപോലെ കുഞ്ഞുങ്ങളെ കൊണ്ട് സന്തോഷകരമായ വാർത്തകൾ കേൾക്കുന്നതിന് സാധിക്കുന്ന സമയം. കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നതിനായിട്ട് എന്തെങ്കിലും ട്രീറ്റ്മെൻറ്റുകളൊക്കെ എടുത്തുകൊണ്ടിരുന്ന് ഇതുവരെ നടന്നിട്ടില്ല, സന്താന ഭാഗ്യം ഇല്ലാതിരുന്ന ആൾക്കാർ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സന്താന യോഗമുള്ള ഒരു സമയമാണിത്. അപ്പോൾ വ്യാഴത്തിൻ്റെ ഈ രാശിമാറ്റം കുംഭൻ രാശിക്കാർക്ക് ഒരു ആശ്വാസമാണ്. പ്രത്യേകിച്ച് 7ാം ശനിയുടെ 3rd സ്റ്റേജിലേക്ക് കയറി. അപ്പോൾ അതിൽ നിന്നും ഒരു ശനിയുടെ കാഠിന്യത്തിൽ നിന്നും മുക്തി നേടിയിരിക്കുകയായിരുന്നു. ഇപ്പോൾ വ്യാഴത്തിൻ്റെ സ്ഥിതിയും ഒക്ടോബർ മാസം, അതായത് 2025 വരെ തീരുന്നത് വരെയുള്ള സമയം കുംഭരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ മനോഹരമായിട്ടുള്ള ഒരു സമയമാണ്. വ്യാഴപ്രീതിക്കായിട്ട് വിഷ്ണു ഭഗവാനെ പ്രാർത്ഥിക്കുന്നതും മഹാവിഷ്ണുവിന് പാൽപ്പായസം കൊടുക്കുന്നതും, മഹാവിഷ്ണു ക്ഷേത്രത്തിലെ വ്യാഴാഴ്ച ദിവസങ്ങളിൽ ക്ഷേത്രത്തിൽ പോയി തൊഴാൻ സാധിക്കുകയാണെങ്കിൽ അങ്ങനെ ചെയ്യുക. വിഷ്ണുവിനെ നന്നായി പ്രാർത്ഥിക്കുക. ഓം നമോ നാരായണായ എന്ന് ജപിക്കുക. ഇങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരുന്നാൽ കുറച്ചുകൂടി ഗുണങ്ങൾ കിട്ടുമെന്ന് തന്നെ പറയാം. അപ്പോൾ ജ്യോതിഷ സംബന്ധമായിട്ടുള്ള എല്ലാ സംശയങ്ങൾക്കും എൻ്റെ വാട്സപ്പ് നമ്പറുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ്. വീണ്ടും കാണാം. നന്ദി.